തിരികെ വാർത്തകളിലേക്ക്. പൊന്നാനിയിൽ ബോട്ടിലിടിച്ച കപ്പലിലെ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. കപ്പൽ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. പൊന്നാനി ഹാർബറിൽ നിന്ന് 33 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു അപകടം. പൊന്നാനി സ്വദേശികളായ 2 പേർക്ക് ജീവൻ നഷ്ടമായി. മത്സ്യബന്ധന ബോട്ടിലേക്ക് കപ്പൽ ഇടിച്ചു കയറിയായിരുന്നു അപകടം. തീരത്തോട് ചേർന്നാണ് കപ്പൽ ഓടിച്ചിരുന്നതെന്ന് മത്സ്യത്തൊഴിലാളികൾ മൊഴി നൽകിയിരുന്നു. സംഭവത്തിൽ മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കേസെടുത്തു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും IPC 304, 337 വകുപ്പുകളാണ് ചുമത്തിയത്. കപ്പൽ പോലീസ് കസ്റ്റഡിയിലെടുത്തേക്കും. പൊന്നാനിയിൽ നിന്ന് പോയ ബോട്ടാണ്. 6 ആൾക്കാരോളം ഉണ്ടായിരുന്നു. അതിനകത്ത് 6 പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി. ഒരു ഇന്ത്യൻ ബോട്ടാണ് ആ ബോട്ടിനെ ഇടിച്ചിട്ടുള്ളത്. 2 പേരാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അപ്പോൾ 2 പേരുടെയും ബോഡി കിട്ടിയിട്ടുണ്ട്. ഒരാളുടെ ബോഡി ഇപ്പോൾ പൊന്നാനി താലൂക്ക് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരാളുടെ ബോഡി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറിയ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ചരക്കു കപ്പലാണ് സാഗർ യുവരാജ്. ലക്ഷദ്വീപിലെ ആന്ത്രോത്തിൽ നിന്ന് ബേപ്പൂരിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. രക്ഷപ്പെട്ട 4 പേരിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കൈരളി ന്യൂസ്, മലപ്പുറം. EMSന്റെ ലോകം ദേശീയ സെമിനാർ ജൂൺ 13, 14 തീയതികളിൽ പെരിന്തൽമണ്ണയിൽ നടക്കും. ഇത് 4ാമത്തെ തവണയാണ് EMS ദേശീയ സെമിനാറിന് പെരിന്തൽമണ്ണ വേദിയാകുന്നത്. സെമിനാറിന്റെ വിജയകരമായ നടത്തിപ്പിനായി 1001 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സ്വാഗത സംഘം രൂപവൽക്കരണ കൺവെൻഷൻ CPIM പോളിറ്റ് ബ്യൂറോ അംഗം A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു. CPIM ജില്ലാ സെക്രട്ടറി N. മോഹൻദാസ് അധ്യക്ഷനായി. V. ശശികുമാറിനെ സ്വാഗത സംഘം ചെയർമാനായും V. രമേശിനെ ജനറൽ കൺവീനറായും തെരഞ്ഞെടുത്തു.